ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. സമ്മർദ്ദങ്ങൾക്ക് SIT വഴങ്ങിയിട്ടില്ല എന്ന് വേണം കരുതാൻ. ആ സമ്മർദ്ദമുണ്ടാകുമോ എന്നറിയില്ല. പക്ഷേ അല്പം നീണ്ടുപോയി അറസ്റ്റ് എന്നുള്ള കാര്യമാണ്. ഉടനെ അറസ്റ്റ് ഉണ്ടാകുമെന്ന് കരുതിയിരുന്ന സമയത്തൊന്നും അറസ്റ്റ് ഉണ്ടായില്ല എന്നുള്ളതാണ്. പക്ഷേ CPM പ്രതിരോധത്തിലാകുന്നുണ്ട്. CPM ഏറ്റവും ചേർന്ന് നിൽക്കുന്ന നേതാവ് കൂടിയായിരുന്നു N. വാസു. അപ്പോൾ പാർട്ടിയും പ്രതിരോധത്തിലാകുമോ എന്നൊരു ചോദ്യം കൂടിയുണ്ട്. നമ്മോടൊപ്പം അതിഥികളുണ്ട്. N. ശ്രീകുമാർ, കോൺഗ്രസ് സഹയാത്രികൻ; M. ജയചന്ദ്രൻ, ഇടത് സഹയാത്രികൻ; AK അനുരാജ്, വലത് നിരീക്ഷകൻ; മഹേഷ് പണിക്കർ, ശില്പി. അത് ഞാൻ മഹേഷ് പണിക്കറിലേക്ക് പോവുകയാണ്. മഹേഷ് പണിക്കർ, ഇപ്പോൾ N. വാസുവിന്റെ അറസ്റ്റ് ഉണ്ടാകും എന്ന് നമ്മൾ നേരത്തെ കരുതിയിരുന്നതാണ്. SIT അടുത്ത ഘട്ടത്തിലെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിലേക്ക് കടന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ഇത് പ്രകാരം SITയുടെ കണ്ടെത്തൽ പ്രകാരം N. വാസുവാണ് ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തിയത്. ചെമ്പുപാളി ആക്കാൻ മറ്റ് ഉദ്യോഗസ്ഥരെ പ്രേരിപ്പിച്ചതും N. വാസുവാണ് എന്നാണ്. അതാണ് ഉദ്യോഗസ്ഥരുടെ മൊഴി. അതിന്റെ അടിസ്ഥാനത്തിലുള്ള അറസ്റ്റ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. കൃത്യമായ തെളിവുകൾ N. വാസുവിനെതിരെ ഉണ്ട് എന്ന് വേണ്ടി മനസ്സിലാക്കാൻ മഹേഷ് പണിക്കർ. തീർച്ചയായിട്ടും. കാര്യം അദ്ദേഹം ഇതിനകത്ത് ഇപ്പൊ ബോർഡിന്റെ ഉന്നതരിലേക്ക് ഇതെത്താനുള്ള സാഹചര്യം, സത്യം പറഞ്ഞ ഇപ്പൊ ഇലക്ഷന്റെ ഒക്കെ ഇത് വന്നപ്പോഴത്തേക്ക് ഒരു ചെറിയ സാങ്കേതികത്വം ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. കാര്യം ഇനിയിപ്പോ ഇലക്ഷനൊക്കെ ആവും, ഇതൊക്കെ ഇച്ചിരി തണുക്കും, അയ്യപ്പന് ഇനിയും അവിടെ ക്ഷേത്രമൊക്കെ തുറക്കാനായിട്ടുള്ള നമ്മുടെ ഇതിന്റെ തുറക്കാനായിട്ടുള്ള ഒരു ഇതായതുകൊണ്ട് അതിന്റെ ഒരു മാനസിക ഇതുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എന്നിരുന്നാൽ പോലും അതിനകത്തൊക്കെ ഇപ്പൊ ഇന്നത്തെ ദിവസം ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്, കാര്യം പഴയ പ്രസിഡന്റ് മാറി പുതിയ പ്രസിഡന്റ് കയറാൻ പോകുന്നതിന് മുമ്പ് അതിനു മുമ്പത്തെ ഒരു പ്രസിഡന്റ് അകത്തേക്ക് കൊണ്ടുവിടുന്ന അയ്യപ്പന്റെ ഒരു കളിയുണ്ട്. ഭയങ്കര ലീലാവിലാസം തന്നെയാണത്. ഇനിയിപ്പോ ഇതിന്റെ തുടർച്ച എന്തൊക്കെ കാണാനുള്ളതെന്നുള്ളതാണ് ഭക്തജന സമൂഹം കാണാനായിട്ട് ആഗ്രഹിക്കുന്നത്. കാര്യം ഇത് ഇത്രമാത്രം ഒരു ഇതായിട്ടൊന്നും വരുമെന്ന് ആരും പ്രതീക്ഷിച്ചല്ലോ. കാര്യം ഇതിന്റെ ആ ഉന്നതങ്ങളിലെ ഏറ്റവും ഇപ്പൊ ഇതിലുള്ള ബന്ധപ്പെട്ടിരിക്കുന്നവരിലെ ഏറ്റവും ഉന്നതരായിട്ടുള്ള ആള് തന്നെ ഇപ്പൊ ജയിലിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് കാര്യം അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളും ഇതിന്റെ ബാക്കി ആ യഥാർത്ഥത്തിലുള്ള നമ്മുടെ കൊടിമരത്തിന്റേതും വാജിവാഹനവും അഷ്ടദിക്പാലകരും എല്ലാം തിരികെ കിട്ടുമെന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ. വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് ഈ കാണുന്ന കാഴ്ചകൾ. ശരി, അങ്ങ് അതിൽ പ്രതീക്ഷ വെക്കുകയാണ് ഈ അറസ്റ്റിൽ എന്നുള്ളതാണ്. ഞാൻ ശ്രീകുമാറിലേക്ക് പോകുന്നു. N. ശ്രീകുമാർ, അറസ്റ്റ് ഉണ്ടായിരിക്കുന്നു N. വാസുവിന്റെ. ഇപ്പോൾ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് ആയിരുന്നു എന്നിടത്താണ് അതിന്റെ പ്രാധാന്യം നിൽക്കുന്നത്. വേറെയും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ പ്രതിക്കൂട്ടിലുണ്ട്, അല്ലെങ്കിൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചവരടക്കമുണ്ട്. അപ്പോൾ അവരിലേക്ക് കൂടി നീങ്ങുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണോ? SITയുടെ കാര്യത്തിൽ ഇപ്പോൾ കുറച്ചുകൂടി വിശ്വാസം തോന്നുന്നുണ്ടോ N. ശ്രീകുമാർ? നോക്കൂ ശ്രീമതി സ്മൃതി, ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ കാര്യത്തിൽ ഒരിക്കലും വിശ്വാസ്യത കുറവുണ്ടായിട്ടില്ല. അത് ഈ N. വാസുവിൻ്റെ അറസ്റ്റ് എന്തുകൊണ്ട് നടക്കുന്നില്ല എന്നുള്ള ചോദ്യം പൊതുസമൂഹം ഉന്നയിച്ചപ്പോൾ എന്തുകൊണ്ടാണ് അതിന് ദ്രുതഗതി വരാത്തത് എന്നൊരു ചോദ്യമാണ് ഉന്നയിക്കപ്പെട്ടത്. അത് ഒരുപക്ഷെ അവർക്ക് കൃത്യമായ തെളിവുകളൊക്കെ സംഘടിപ്പിച്ചിട്ട് പ്രതികൾ രക്ഷപ്പെടാതിരിക്കാനുള്ള പഴുതൊക്കെ അടച്ചതിന് ശേഷമുള്ള അറസ്റ്റായിരിക്കാം. പക്ഷേ ഇതിൽ പ്രശ്നം ഇതിപ്പോൾ രാഷ്ട്രീയമായിട്ട് വരുമ്പോൾ ഇത് CPM പ്രതിക്കൂട്ടിലായി എന്നുള്ളതാണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ CPM ആണ് ഇപ്പോൾ പ്രതിക്കൂട്ടിൽ. ശബരിമല ശാസ്താവിൻ്റെ സ്വർണ്ണമനെയും അവിടെ കൊണ്ടു കൊടുക്കേണ്ട ബാധ്യത CPM നേതൃത്വത്തിന് വന്നിരിക്കുകയാണ്. CPM നേതൃത്വം എന്ന് പറയുമ്പോൾ ഇതെന്തൊരു ചോദ്യമാണെന്ന് ചോദിച്ചേക്കാം. കാരണം എന്താ വെച്ചാൽ 2019 മുതൽ 25 വരെ ഭരിച്ച ദേവസ്വം ബോർഡിനെ നിയന്ത്രിച്ച CPM-ഉം ദേവസ്വം വകുപ്പ് ഭരിച്ച CPM-ഉമാണ്. അപ്പോൾ ഇവരിപ്പോൾ രണ്ട് കാര്യം ചെയ്യണം. ഒന്ന്, ഇവർ ആഗോള അയ്യപ്പ സംഗമം നടത്തിയ സ്ഥിതിക്ക് ആഗോളതലത്തിൽ മാപ്പ് പറയണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇവരുടെ ഓരോ കാര്യങ്ങൾ CPM-ൻ്റെ രാഷ്ട്രീയമായ ഓരോ വിശദീകരണവും സംസ്ഥാനം, പിന്നെ ദേശീയം, പിന്നെ അന്തർദേശീയം ഇവിടെ സംഭവിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്താണ് സ്വർണം കൊള്ള ചെയ്യപ്പെട്ടത്. അതിൻ്റെ അന്തർ സംസ്ഥാന ബന്ധമുണ്ട്. അതിനുശേഷം ഇത് ഒരു അന്താരാഷ്ട്ര വിഗ്രഹക്കടത്തുമായി ബന്ധമുണ്ടോ എന്നൊരു സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അപ്പം സംസ്ഥാന, ദേശീയ, അന്തർദേശീയ നിലവാരത്തിൽ CPM ഇനി അതിന് മറുപടി പറയണം. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിൽ CPM നേതാവാണ് അറസ്റ്റിലായിട്ടുള്ളത്, ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ളത്. CPM നേതാവെന്ന് പറയുമ്പോൾ ഇവർ നാളെ നേതാവല്ല ഉദ്യോഗസ്ഥരാണെന്നൊക്കെ പറഞ്ഞേക്കാം. പക്ഷേ അദ്ദേഹം കൊല്ലത്തെ കുളനട പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു. പിന്നീട് കമ്മീഷണർ ആയ ശേഷം ദേവസ്വം പ്രസിഡൻ്റായി. ദേവസ്വം പ്രസിഡൻ്റ് ആകുന്നത് പാർട്ടി നോമിനിയാണ്. പാർട്ടി നോമിനി എന്ന് പറയുമ്പോൾ K. ജയകുമാറിനെ പ്രസിഡൻ്റാക്കിയ പോലെ അല്ലല്ലോ. കാരണം അവിടെ കമ്മീഷണറായിരുന്ന ഒരാളെ പ്രസിഡൻ്റാക്കുന്നത് ദേവസ്വം ബോർഡിൻ്റെ ചരിത്രത്തിൽ കേട്ടിട്ടില്ല. ഇതിപ്പോൾ ഇടയ്ക്കെങ്ങാണ്ട് ഉണ്ടോയിട്ടുണ്ടോ എന്നൊക്കെ അറിയില്ല. എന്നാലും നമ്മളുടെ അറിവിൽ, എൻ്റെ അറിവിൽ കേട്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ CPM-ൻ്റെ പ്രതിനിധിയായിട്ട് അദ്ദേഹത്തെ നിയമിക്കപ്പെടുന്നു. അങ്ങനെ നിയമിക്കപ്പെടുമ്പോൾ ആ കാലത്ത് ദേവസ്വം വകുപ്പ് ഭരിച്ച മന്ത്രി ആരാണ്? ആ മന്ത്രി അവിടെ ചോദ്യം ചെയ്യപ്പെടണം.
കാരണം മന്ത്രിക്ക് ഇതുവല്ലോ അറിഞ്ഞിരുന്നോ? 1998-99 കാലത്ത് ഇത് സ്വർണം പാളികൾ പൊതിഞ്ഞ ശേഷം അക്കാലത്തുണ്ടായ ഒരു തിരിമറിയാണല്ലോ അത്. അപ്പോൾ ആ തിരിമറി അന്നത്തെ ദേവസ്വം മന്ത്രി അറിഞ്ഞിരുന്നോ? അതോ അത് അറിയാതെ പോയിട്ടുണ്ടോ? അറിയാതെ പോയിട്ടുണ്ടെങ്കിൽ അതും പ്രശ്നമാണ്. കാരണം ദേവസ്വം മന്ത്രി അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇനി അറിയിക്കാതിരുന്നതാണോ എങ്കിലത് ഗൂഢാലോചനയാണ്. ആ ഗൂഢാലോചന എന്ന് പറയുമ്പോൾ അത് കൂടുതൽ വിപുലമായ അന്വേഷണം നടത്തേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇത് എത്തി നിൽക്കുന്നത് എന്താ വെച്ചാൽ പാർട്ടിയിലാണ്. പാർട്ടിയാണ് ഇതിന് ഉത്തരം പറയേണ്ടത്. ഒന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി അതിന് ഉത്തരം പറയേണ്ടി വരും. കാരണം സംസ്ഥാന സെക്രട്ടറി ഉത്തരം പറയണമെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ പാർട്ടി നേതാവാണ് അറസ്റ്റിലായിട്ടുള്ളത്. CPM നേതാവ് അറസ്റ്റിലാകുമ്പം CPM സംസ്ഥാന സെക്രട്ടറി ഉത്തരം പറയേണ്ടി വരും. പിന്നെ ഇതിൻ്റെ ദേവസ്വം വകുപ്പ് മന്ത്രിയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയിൽ നിന്ന് നമ്മളൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് അതങ്ങനെ നിൽക്കട്ടെ. പക്ഷേ ഇതൊരു അന്തർദേശീയതയിലേക്ക് വരുമ്പോൾ പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബി മറുപടി പറയണം. കാരണം അദ്ദേഹം മലയാളി കൂടിയാണ്. ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളിൽ പാർട്ടി മറുപടി പറയേണ്ടി വരും. കാരണം ജനങ്ങളോട് പാർട്ടി പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഈ ശബരിമലയിലത്തെ നേരത്തെ കഴിഞ്ഞ ചർച്ചയില്ല നമ്മുടെ CPM പ്രതിനിധി പറഞ്ഞ പോലെ അയ്യൻ്റെ സ്വത്ത്, അങ്ങനെയാണല്ലോ ഇപ്പോൾ CPM പറയുന്നത്. അയ്യൻ്റെ സ്വത്ത് സംരക്ഷിക്കേണ്ട ഒരു സംസ്ഥാന സർക്കാരിൻ്റെ സർക്കാർ നിയമിച്ച പാർട്ടി പ്രതിനിധികൾ അടങ്ങിയ സംഘം ആ സ്വർണം കടത്തിക്കൊണ്ടുപോയി എന്നുള്ളതാണ്. അപ്പോൾ അതിനാരാ ഉത്തരം പറയേണ്ടത്? സംസ്ഥാന സർക്കാരാണ്. അപ്പോൾ സംസ്ഥാന സർക്കാരിന് അയ്യൻ്റെ സ്വത്ത് സംരക്ഷിക്കാൻ പറ്റിയില്ല, ഒന്ന്. രണ്ടാമത്തെ കാര്യം, സംസ്ഥാന സർക്കാർ ഈ കേസ് ഇത്രയും കാലം 2016 മുതൽ 2025 വരെ നവകേരളം എന്ന് ഇവർ പറഞ്ഞിരുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ ചരിത്രത്തിൽ, അതായത് ശബരിമല ശാസ്താവിൻ്റെ സ്വർണം കൊള്ളയടിക്കപ്പെട്ട കാലം എന്ന് പറയുമ്പോൾ അത് ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന നവകേരള കാലത്താണെന്ന് പറയേണ്ടി വരും. അപ്പോൾ നവകേരളം എന്നുള്ള വാക്കുപോലും ഇനി അപ്രസക്തമായി കഴിഞ്ഞു. നവകേരളം എന്ന് വെച്ചാൽ എന്താണോ ഉദ്ദേശിച്ചത്? കള്ളവുമില്ല ചതിയുമില്ലാത്ത ഒരു കാലത്തിലേക്ക്, ഒരു പുരോഗമന കാലത്തിലേക്ക് കേരളത്തിലെ ജനങ്ങളെ എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു പരിപാടിക്കാണ് നവകേരളം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പ്രാചീന കേരളത്തെ പോലും കഷ്ടത്തിലാക്കുന്ന രീതിയിൽ, പ്രാചീന കേരളത്തിലും ശബരിമലയിലത്തെ സ്വർണ്ണം ആരും കൊള്ളയടിച്ചിട്ടില്ല. അപ്പോൾ അയ്യപ്പൻ്റെ സ്വർണം കൊള്ളയടിക്കപ്പെട്ട നവകേരളം എന്ന് പറയുമ്പോൾ ഇനി നവകേരളം എന്നുള്ള വാക്കിനെ എടുത്ത് കളയണം. കാരണം നവകേരളം ഇനി ആക്ഷേപിക്കപ്പെടുന്നതാണ് കേരളത്തേത്. കാരണം എന്താ വെച്ചാൽ ഇത് ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു പ്രതിനിധികളടങ്ങിയ ബോർഡിൻ്റെ ഉത്തരവാദിത്വത്തിലേക്ക് എത്തിയിരിക്കുന്നു. കാരണം നമ്മൾ ഇത്രയും കാലം ഉദ്യോഗസ്ഥന്മാരിലേക്ക് എത്തിയത്, ഈ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഒരു പാർട്ടി ബന്ധം ഉണ്ടായിരുന്നു നമുക്കറിയാം. ആ ഉദ്യോഗസ്ഥന്മാരെ അവസാനം ചെന്ന് എത്തുന്നത് എന്താണ്? ദേവസ്വം ബോർഡ് പ്രസിഡന്റിലേക്കാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന് പറയുമ്പം കമ്മീഷണറായിരുന്ന ആളെ പ്രസിഡന്റ് ആക്കി എന്നുള്ളത് മാത്രമല്ല, കുളനട മുൻ പഞ്ചായത്ത് പ്രസിഡന്റ്, CPM പഞ്ചായത്ത് പ്രസിഡന്റാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ അത് നേതൃതലത്തിലേക്ക് വരുന്ന ഒരാളാണല്ലോ. അപ്പോൾ അതൊക്കെ കൊണ്ട് പാർട്ടി ഇതിലെ പ്രതിരോധത്തിലായി, പാർട്ടി പ്രതിക്കൂട്ടിലായി എന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം. അദ്ദേഹത്തിന്റെ ഓരോ സ്ഥാനങ്ങളുടെയും നാൾ വഴികൾ കൂടി പരിശോധിക്കേണ്ടതാണ്. ശ്രീ ജയേന്ദ്രനിലേക്ക് വരാം. ശ്രീ M. ജയേന്ദ്രൻ, 2019 ഫെബ്രുവരി 26 നൽകിയ കത്താണല്ലോ ഈ മാർച്ച് 19 ബോർഡ് യോഗം പോറ്റിയുടെ കയ്യിൽ നിന്നും ശ്രീകോവിൽ നിന്ന് അഴിച്ചെടുത്ത പാളികൾ കൊടുത്തുവിടുന്ന കത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതിനുശേഷം ദിവസങ്ങൾക്കകം 31 വാസു വിരമിക്കുന്നുണ്ട് കമ്മീഷണർ എന്ന സ്ഥാനത്തൊന്നും. പിന്നീട് നമുക്കറിയാം ഈ യുവതി പ്രവേശ വിഷയമൊക്കെ വന്ന സമയത്ത് പത്മകുമാർ വിരമിക്കുന്നു, ആ സ്ഥാനത്തേക്ക് വീണ്ടും വാസുവിനെ എത്തിക്കുന്നു. അതിനുശേഷമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം പൊതിഞ്ഞതിൻ്റെ ബാക്കി സ്വർണം കയ്യിലുണ്ടെന്ന ഇമെയിൽ ഈ പോറ്റി വാസുവിനെ അയക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇതിലാണെങ്കിൽ നടപടിയും എടുത്തിട്ടില്ല. അപ്പോൾ ഇവിടെ ഒരു ഓർഡറിൽ തന്നെ വാസുവിൻ്റെ പങ്ക് വ്യക്തമാകുകയാണ് SITക്ക്. ഈ SITക്ക് പങ്ക് വ്യക്തമാകുമ്പോൾ വാസുവിന് പാർട്ടിയുമായുള്ള ബന്ധവും ഒരു പ്രധാനപ്പെട്ട വിഷയമാണല്ലോ. അപ്പോൾ പാർട്ടിക്ക് വാസുവിൻ്റെ അറസ്റ്റ് എന്നുള്ളത് ഒരു കുഴപ്പമാകുന്നില്ല എന്നാണോ? ഇതിപ്പോൾ അന്വേഷണം അതിൻ്റെ വഴിക്ക് പോകട്ടെ എന്നൊക്കെ ഒരു വസ്തു പറയുന്നുണ്ട്. പക്ഷേ നേരത്തെ ശ്രീകുമാർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു ആരോപണമുണ്ട്, പാർട്ടിയുടെ ആളാണ്. അതെ, ശ്രീകുമാർ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണ്. അദ്ദേഹം പറയുന്നത് കേട്ട് ഞാൻ തന്നെ വാസ്തവത്തിൽ അമ്പരന്ന് പോയി, വരണ്ടുപോയി. എന്താണ് ഇദ്ദേഹം പറയുന്നത് ഒന്നും മനസ്സിലായില്ല കേട്ടോ. കാരണം വാസു ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന കാലത്തെ പ്രശ്നവുമായി ബന്ധപ്പെട്ടല്ലല്ലോ SITയുടെ ഇപ്പോഴത്തെ ഈ അറസ്റ്റ്. അത് ശ്രീകുമാറിന് അറിയാത്തതൊന്നുമല്ല. പക്ഷേ അദ്ദേഹത്തിന് പറയേണ്ടത് രാഷ്ട്രീയമാണ്. അദ്ദേഹം അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിയുടെ രാഷ്ട്രീയം നന്നായി റെപ്രസെന്റ് ചെയ്യുകയും ചെയ്തു, അതിവിടെ പറയുകയും ചെയ്തിട്ടുണ്ട്, അതിരിക്കട്ടെ. പക്ഷേ പത്മകുമാറിൻ്റെ കാലത്ത് ആണ് വാസു ദേവസ്വം കമ്മീഷണറായിരുന്നത്. ഇപ്പോൾ ഇവിടെ വാസു ഇതിന് സൂത്രധാരനാണ് എന്നൊക്കെ പറയുന്നത് കേട്ടു. എന്ത് സൂത്രധാരൻ? അങ്ങനെയാണോ? വാസുവിൻ്റെ ഈ കാലത്തെ ഇടപെടലിന്റെ പ്രശ്നങ്ങളാണല്ലോ അന്വേഷിക്കുന്നത്. അത് വിശദമായി അന്വേഷിക്കുന്നതുകൊണ്ട് ഇപ്പോഴെങ്കിലും സമ്മതിച്ചാൽ നല്ല കാര്യം. എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. മൊഴികൾ അങ്ങനെയാണ്. മൊഴികൾ ആരും കണ്ടിട്ടല്ലല്ലോ ഈ പറയുന്നത്. അതൊക്കെ ഇരിക്കട്ടെ. ഞാൻ പറയട്ടെ. സ്മൃതി ശ്രീകുമാറോട് സംസാരിക്കും ഇന്റർപ്രിട്ടേഷൻ താങ്കളുടെ ഇല്ല, ബാക്കിയുള്ള ആർക്കും ഇല്ല.
ഞാൻ സംസാരിക്കുമ്പോൾ എന്തിനാണ് ഇങ്ങനെ ഇടപെട്ട് ചെയ്യുന്നത്? എനിക്ക് അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല കേട്ടോ. ഞാൻ സൂചിപ്പിച്ചത് മാത്രമേ ഉള്ളൂ. താങ്കൾ എപ്പോഴും ഇടപെട്ടോളൂ, എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. പറയാനുള്ള അനുവദിച്ചാൽ മാത്രം മതി. പിന്നെ ഇനി മൊഴി ഉണ്ടെങ്കിൽ ആ മൊഴിയൊക്കെ വരട്ടെന്ന്. ഇപ്പോൾ ഇവിടെ ഈ വാസുവിൻ്റെ ഓഫീസിലെ കമ്മീഷണറായിരുന്ന വാസുവിൻ്റെ ഓഫീസിൽ ഒരു സെക്ഷൻ ക്ലർക്കുണ്ട്. അയാളുടെ സ്വന്തം കൈപ്പടയിൽ തയ്യാറാക്കിയൊരു നോട്ട്, അത് സെക്ഷൻ സൂപ്രണ്ടും അസിസ്റ്റന്റ് കമ്മീഷണറും ഒപ്പിട്ട അറ്റസ്റ്റ് ചെയ്തത് ആ കൈപ്പട നോട്ടിൽ. അത് കഴിഞ്ഞ് പിന്നെ PA ടു കമ്മീഷണർ എന്ന് പറയുന്ന ഡെപ്യൂട്ടി കമ്മീഷണർ അറ്റസ്റ്റ് ചെയ്ത നോട്ട്, അതിലാണ് വാസുവിന്റെ ഒപ്പുള്ളത് ഏറ്റവും ഒടുവിൽ. അപ്പൊ ഇത്രയും പേര് കടന്നു വന്നിട്ടാണ് ഈ സാധനം വന്നിരിക്കുന്നത്. അതിൻ്റെ അത് അദ്ദേഹത്തിന് വിശദീകരണം അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. എന്താണെന്നുള്ളത് പലവട്ടം ചർച്ച ചെയ്തിട്ടുള്ളതുകൊണ്ട് ഞാനത് ഇവിടെ പറയാൻ വരുന്നില്ല. അത് പറയുകയും വേണ്ട. കാരണം വാസു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലോ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിലോ വാസു ശിക്ഷിക്കപ്പെടണം. പത്മകുമാറിന്റെ കാലത്ത് ഒരുപാട് ഇറഗുലാരിറ്റീസ് നടന്നിട്ടുണ്ടെന്നാണ് SITയുടെ കണ്ടെത്തൽ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അകത്ത് സ്റ്റാറ്റ്യൂട്ട് ലംഘിച്ചിട്ടുണ്ട് എന്നുവരെ പറഞ്ഞിട്ടുണ്ട് SIT എന്നൊരു അറിവ് എനിക്കുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഇനി അന്വേഷിക്കുകയും വേണമല്ലോ. അതാണല്ലോ ഹൈക്കോടതിയുടെ കൃത്യമായ നിർദ്ദേശം. അതിനപ്പുറം ഇതിന് CPM ജനറൽ സെക്രട്ടറി MA ബേബി, പിണറായി വിജയൻ, ഗോവിന്ദ മാഷ് മുതൽ പേരെല്ലാം മറുപടി പറയണം എന്നൊക്കെയുള്ളത് വെറും കൽപ്പിത കഥകൾ മാത്രമാണ്. അതും ഇരിക്കട്ടെ, ഇവരെ കൊണ്ടെല്ലാം മറുപടി പറയിപ്പിക്കട്ടെ ശ്രീകുമാർ. അതിനൊന്നും എനിക്ക് ഒരു ബുദ്ധിമുട്ടോ വിരോധമോ വിയോജിപ്പോ പോലും ഇല്ല. അവരൊക്കെ മറുപടി പറയാൻ വിധിക്കപ്പെട്ടവരാണെങ്കിൽ മറുപടി പറയുകയും വേണം. പക്ഷെ പ്രശ്നം എന്താണ്? ഇതിൻ്റെ അകത്ത് ഇദ്ദേഹം ദേവസ്വം കമ്മീഷണറായിരുന്ന കാലത്ത് ഈ പറയുന്ന നമ്മൾ സംസാരിക്കുന്ന വിഷയമുണ്ടല്ലോ, ഈ ദ്വാരപാലക പാളികൾ, അതിൻ്റെ ഉത്തരമടക്കമുള്ളത്, കട്ടളയടക്കമുള്ളത്, പിന്നെ സ്പെയർ എന്ന് പറയുന്നത് ഇപ്പം സ്പെയർ അല്ല, ഒറിജിനൽ തന്നെ സ്ട്രോങ് റൂമിൽ ഇരിക്കുന്നു എന്ന വാദവും വരുന്നുണ്ട്. ഇതൊക്കെ ആരുടെ ഉത്തരവാദിത്തത്തിലുള്ളതാണ് സ്മൃതി? ഒരു നിമിഷം ഒന്ന് റീതിങ്ക് ചെയ്താൽ മതി. ഇത് തിരുവാഭരണ കമ്മീഷണറുടെ അദ്ദേഹമല്ലേ കസ്റ്റോഡിയൻ, അദ്ദേഹമല്ലേ എന്തിനെങ്കിലും അനുമതി കൊടുക്കണമെങ്കിൽ, ഏത് തരത്തിലുള്ള അനുമതി വേണമെങ്കിലും കൊടുക്കേണ്ടത് ദേവസ്വം കമ്മീഷണറാണോ അതോ തിരുവാഭരണ കമ്മീഷണറാണോ? ഇതൊക്കെ സ്റ്റാറ്റ്യൂട്ടിലുണ്ടെന്നേ. അത് ലംഘിച്ച് ഒരാൾ ചാടിപ്പോയിട്ടുണ്ടെങ്കിൽ, ബിയോണ്ട് ദ ലിമിറ്റ്സ് പോയിട്ടുണ്ടെങ്കിൽ അത് പിടിക്കപ്പെടുക തന്നെ, നിയമപ്രകാരം പിടിക്കപ്പെടും. അവർ ചെയ്തത് ക്രിമിനൽ കുറ്റമാണ് എന്ന് വരികിൽ ശിക്ഷ അനുഭവിക്കുകയും വേണം. അതിലൊന്നും ഒരാൾക്ക് ഒരു തർക്കവുമില്ല. ശ്രീജയേന്ദ്രൻ, നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് എൻ വാസുവിന്റെ അറസ്റ്റ് ആണല്ലോ. അദ്ദേഹം 3ാം പ്രതിയുമാണല്ലോ. അപ്പോൾ എങ്ങനെയാ 3ാം പ്രതിയാകുന്നു, എങ്ങനെ അറസ്റ്റ് ഉണ്ടാകുന്നു എന്നാണ് അങ്ങയുടെ അനുമാനം? ഞാനതാണ് പറഞ്ഞത്. ഞാൻ അതുകൊണ്ടാണ് ആ പ്രോസസ്സാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ഓഫീസിലെ, ദേവസ്വം കമ്മീഷണർ ഓഫീസിലെ സെക്ഷൻ ക്ലർക്ക് അദ്ദേഹത്തിന്റെ കൈപ്പടയിൽ ഒരു നോട്ട് തയ്യാറാക്കുന്നു. അതിന് മുകളിലുള്ള ഓഫീസർമാർ 1, 2, 3, 4 ഓഫീസർമാർ അത് കണ്ടു കഴിഞ്ഞ് അതിൽ ഒപ്പിട്ടിട്ട് അതിൽ അവസാനം ദേവസ്വം കമ്മീഷണറായ വാസുവിൻ്റെ അടുത്ത് ചെല്ലുന്നു. അദ്ദേഹം അതിൽ ഒപ്പിട്ടിരിക്കുന്നു. അവിടെയാണ് ഈ പ്രധാനപ്പെട്ട പ്രശ്നം നിൽക്കുന്നത്. അതിന്റെ ബാക്കി കാര്യങ്ങൾ, അത് നിയമപരമാണോ, നിയമവിരുദ്ധമാണോ, ക്രിമിനൽ ഗൂഢാലോചനയാണോ, അതോ ഈ കണ്ണിവൻസ് ഒത്താശ ചെയ്തു കൊടുക്കലാണോ എന്നൊക്കെയുള്ളത് ഇനി നിശ്ചയിക്കാനിരിക്കുന്നത് കോടതിയാണല്ലോ. അതിന്റെ വഴിക്ക് പോകട്ടെ. അതിനെ സംബന്ധിച്ചൊന്നും ഞാൻ അഭിപ്രായം പറയുന്ന ആളുമല്ല, ഞാൻ പറയുകയില്ല. പ്രതികളായവരുമായിട്ടുള്ള എൻ വാസുവിന്റെ ബന്ധം ഒരു പ്രധാനപ്പെട്ട കാര്യമായി തെളിവായി SIT എടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ശ്രീജയേന്ദ്രൻ, ഇപ്പോൾ PK ഗുരുദാസൻ മന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നല്ലോ എൻ വാസു. അന്ന് എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്നു അന്ന് സുധീഷ് കുമാർ. ആ സുധീഷ് കുമാറിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കുമ്പോൾ PA ആക്കുന്നുണ്ട് എൻ വാസു. അപ്പോൾ സുധീഷ് കുമാറും ഇതിൽ കേസിൽ അറസ്റ്റിലായ ഒരാളാണ്. ഇപ്പോൾ ഈ പറയുന്ന സുധീഷ് കുമാറും പറയുകയാണ് എൻ വാസു പറഞ്ഞിട്ടാണ് എന്ന്. സുധീഷ് കുമാർ പറയുന്നു, ബൈജു പറയുന്നു, ഇപ്പോൾ അറസ്റ്റിലായി എല്ലാവരും പറയുകയാണ്, മുരാരി ബാബുവും പറയുകയാണ് എൻ വാസു പറഞ്ഞിട്ടാണ് എന്ന്. അപ്പോൾ ഇതൊന്നുമല്ലാതെ ഈ വരുന്ന കടലാസുകളിൽ ഒപ്പിട്ട് കൊടുക്കൽ മാത്രമാണോ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ ഒരു ഉത്തരവാദിത്തം? അദ്ദേഹം കമ്മീഷണറായിരുന്ന കാലത്തും കൂടിയാണല്ലോ, അപ്പോൾ അത് കുറച്ചുകൂടി ഉത്തരവാദിത്തമുണ്ട്. അല്ല, മുരാരി ബാബുവും സുധീഷ് കുമാറും ബൈജുവും ഒക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് ഡിസംബർ 3-ാം തീയതി ഹൈക്കോടതിയിൽ ഇടക്കാല ഉത്തരവെന്ന് വരുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ എന്തൊക്കെയാണ്, ആരൊക്കെയാണ് പറഞ്ഞിട്ടുള്ളതെന്നൊക്കെ അതിൽ വ്യക്തമായിട്ട് വരുമല്ലോ. ഇപ്പോഴൊക്കെ ഉള്ളത് പറയുകയല്ലേ, അങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുകയാണല്ലോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നുള്ളത്. അതിനെക്കുറിച്ചൊന്നും ഞാൻ അഭിപ്രായം പറയുന്നില്ല. കാരണം അതൊക്കെ അവരുടെ പ്രൊസീഡിങ്സിൽ ഇരിക്കുന്നതാണ്.
ഡിസംബർ 3 ഹൈക്കോടതിയിൽ അക്കാര്യത്തിൽ SIT വീണ്ടും റിപ്പോർട്ട് കൊടുക്കും. അന്ന് ഇടക്കാല ഉത്തരവ് വരുമ്പോൾ മനസ്സിലാവും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുള്ളത്. ശബരിമലയുടെ വികസനവുമായി ബന്ധപ്പെട്ടാണ് ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തിയതെന്നാണല്ലോ സർക്കാർ പറയുന്നത്. അപ്പോൾ ശബരിമലയ്ക്ക് വേണ്ടി, ശബരിമലയുടെ വികസനത്തിന് വേണ്ടി ഒരു ആഗോള അയ്യപ്പ സംഗമം വലിയ രൂപത്തിൽ നടത്തുകയാണ്. അപ്പോൾ ആ കാര്യത്തിൽ സർക്കാരിന്റെ ഭാഗം പറയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഒരു വലിയ വീഴ്ച സംഭവിക്കുമ്പോൾ അതിലും അതേപോലെ തന്നെ ഉത്തരവാദിത്തമില്ലേ? വികസനത്തിൽ മാത്രമാണോ? അവിടെ ഉണ്ടായിരിക്കുന്ന കൊള്ളയുടെ ഉത്തരവാദിത്വം കൂടി അവിടെ വരികയല്ലേ? അപ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ പറ്റുമോ? ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത് പ്രതിഫലിക്കാൻ സാധ്യതയില്ലേ? തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇതൊന്നും പ്രതിഫലിക്കില്ല. കാരണം എന്താണ് സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ ഹൈക്കോടതിയിൽ സ്വീകരിച്ചിട്ടുള്ള നിലപാട് എന്നുള്ളത് കേരളത്തിന് മുമ്പിൽ മലർക്കെ തുറന്ന് നിൽപ്പുണ്ടല്ലോ. ഇതിൽ CBI അന്വേഷണം അടക്കം ഹൈക്കോടതി നിശ്ചയിക്കുന്ന ഏത് അന്വേഷണത്തിനും സംസ്ഥാന സർക്കാർ തയ്യാറാണ് എന്ന് തന്നെയാണ് ഹൈക്കോടതി അറിയിച്ചിട്ടുള്ളത്. അപ്പോഴാണല്ലോ ഹൈക്കോടതി SIT അന്വേഷിക്കാൻ പറഞ്ഞ് ഉത്തരവിടുന്നത്. അതങ്ങനെ തുറന്ന സമീപനം സ്വീകരിച്ച സർക്കാരാണല്ലോ ഇക്കാര്യത്തിൽ ഹൈക്കോടതിയുടെ മുമ്പിൽ നിൽക്കുന്നത്. ആ സർക്കാരിനാണല്ലോ കേരളത്തിലെ ജനങ്ങൾ കാണുന്നത്. അതിനടിസ്ഥാനത്തിലാണല്ലോ തുടർ നടപടികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും ഇന്ന് വാസുവിനെ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്യുന്നതും. അവരുടെ അപരാധിത്വവും നിരപരാധിത്വവും ഒന്നും വിലയിരുത്താനോ നിശ്ചയിക്കാനോ അളക്കാനോ ഒന്നും ആരുമല്ല. അത് ഹൈക്കോടതി തീരുമാനിക്കട്ടെ. പക്ഷെ കുറ്റക്കാരായാലും ശരി, ആരായാലും ശരി, അത് രാഷ്ട്രീയ നേതാക്കൾ ഉണ്ടെങ്കിൽ, ഞാൻ വ്യക്തമായിട്ട് ഒന്നുകൂടെ പറഞ്ഞാൽ, ഇനി പത്മകുമാറിന്റെ കാലത്തെ ദേവസ്വം ബോർഡോ ഭാരവാഹികളോ ഭരണക്കാരോ, ഇനി പ്രശാന്തിന്റെ കാലത്തെ ഭാരവാഹികളോ ഭരണക്കാരോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ കുറ്റക്കാരാണെന്ന് തെളിയാതെ ശിക്ഷ അനുഭവിക്കുക തന്നെ വേണമെന്നേ. അതിലൊന്നും സ്മൃതി ഒരു തർക്കവുമില്ല. പക്ഷേ അതിനെല്ലാം CPM പിഴ മൂളണം. ഇതെല്ലാം CPMന്റെ തലയ്ക്ക് ചാർച്ചയേക്കാം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇതാ അടപടലെ താഴെ കിടക്കുന്നു, ഇതെല്ലാം തങ്ങൾക്ക് ഗുണകരമാവും എന്നൊക്കെയുള്ള ആ സ്വപ്നം മലപ്പുറക്കാരുടെ സ്വപ്നം മാത്രമേ ആവുന്നുള്ളൂ. അത് വസ്തുതാപരമല്ല എന്ന് മാത്രമല്ല, അതൊരു തരം ഈ കഥാനിർമ്മിതിയാണ്. അതിന്റെ അപ്പുറത്തേക്കൊന്നും കാണുന്നുമില്ല. ശരി, ശ്രീ AK അനുരാജ്, ഇപ്പോൾ SITയുടെ അന്വേഷണം നന്നായി പോകുന്നു എന്നൊരു അഭിപ്രായം N വാസുവിന്റെ അറസ്റ്റോട് കൂടി ഉണ്ടായിട്ടുണ്ടോ? BJP ഈ CBI അന്വേഷണം കേന്ദ്ര ഏജൻസി വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ SIT ഇപ്പോൾ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റിലേക്ക് തന്നെ എത്തിയിരിക്കുകയാണ്. അല്ല, ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റിലേക്ക് എത്തി എന്നതുകൊണ്ട് ഇതിൻ്റെ എല്ലാ കുറ്റവാളികളും പിടിയിലായി എന്നോ അല്ലെങ്കിൽ ഈ കേസ് ഇവിടെ അവസാനിച്ചു എന്നോ ഇതിപ്പോൾ മാധ്യമങ്ങളൊക്കെ പലരും പറയുന്നുണ്ട്. അതായത് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിലേക്ക് എത്തി, ഇദ്ദേഹമായിരുന്നു നേരത്തെ തന്നെ ചൂണ്ടിക്കാണിക്കപ്പെട്ടത്, എല്ലാ തരത്തിലും സംശയിക്കപ്പെട്ടിരുന്നു എന്നൊക്കെ. പക്ഷെ അതുകൊണ്ടും ആയില്ല. ഇത് ഒരു എന്താ പറയുക, നിരവധി കണ്ണികളിലെ ഒരു കണ്ണി മാത്രമാണ്. അതാകട്ടെ എല്ലാ ഏജൻസികളും, അതായത് ജുഡീഷ്യറിയും അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ പോലീസ് സംവിധാനവും പൊതുജന മനസ്സും രാഷ്ട്രീയ പാർട്ടികളുടെ താല്പര്യവും അതോടൊപ്പം ഈ തെരഞ്ഞെടുപ്പ് സാഹചര്യവും ഇതൊക്കെ വന്നപ്പോഴാണ് നമ്മൾ ഇത്രയെങ്കിലും മുന്നോട്ട് പോയത്. അപ്പോൾ ഇത് തന്നെ സംഭവിക്കുമായിരുന്നു എന്ന സംശയമാണ് സത്യത്തിൽ കേരളത്തിൽ ഇതുവരെ ഉണ്ടായിരുന്നത്. അതിൽ ഒരു പടി മുന്നോട്ട് പോയി എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ടൊന്നും ഈ പ്രശ്നം തീരുന്നില്ല. കാരണം ഇത് സത്യത്തിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നടക്കുകയല്ലേ. അതെ, മുന്നോട്ട് പോകട്ടെ. പക്ഷേ എങ്കിലും അതിൻ്റെ വേഗമൊക്കെ വേണ്ടത്ര ഉണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. ഏതായാലും മുന്നോട്ട് പോകട്ടെ. എൻ്റെ വിഷയം ഇതിനകത്ത് സത്യത്തിൽ ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരാൾക്ക് താല്പര്യമില്ലാത്ത ഒരു ജോലി അവരെ ഏൽപ്പിക്കുക, വിശ്വാസത്തോട് യാതൊരു താല്പര്യവുമില്ലാത്ത അവിശ്വാസികളെ ക്ഷേത്രഭരണം ഏൽപ്പിച്ചതിലൂടെ അത് കൊള്ളയടിക്കാവുന്ന ഒരു അവസരമാണ്. ഇവിടെ കിട്ടുന്ന സ്വർണ്ണമെല്ലാം എന്ന് ചിന്തിക്കുന്ന എന്നുള്ളതാണ്. അങ്ങനെ തന്നെയാണ് ഞാൻ പറയുന്നത്. അല്ലെ, വിശ്വാസിയാണല്ലോ ഇതിൽ പ്രധാനപ്പെട്ട പങ്കാളിയായിരിക്കുന്നത്. ഭരണമേൽപ്പിക്കൽ മാത്രമല്ല, വിശ്വാസിയാണ് ഇതിൽ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്, നടപ്പാക്കിയിരിക്കുന്നത്. അതിലൊന്നും അർത്ഥമില്ല. അപ്പോൾ അവിശ്വാസികൾ കൂട്ടു നിൽക്കുമെന്ന് പറയുന്നതിൽ വേഷം കെട്ടി വെറുതെ വേഷം കെട്ടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പല ക്ഷേത്രങ്ങളിലും ശാന്തിക്കാരനായി നിന്നിട്ടുള്ള ആളാണ്. സ്മൃതി, എനിക്ക് എൻ്റെ നിലപാടേ പറയാൻ പറ്റുള്ളൂ. അപ്പം ക്ഷേത്രത്തിലെ ശാന്തിക്കാരനായതുകൊണ്ട് വിശ്വാസിയാണെന്ന് അർത്ഥമുണ്ടോ? വിശ്വാസം എന്നുള്ളത് നമ്മൾ ഒരു വേഷം കെട്ടെടുത്ത് അണിഞ്ഞിട്ട് കാര്യമില്ല. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാര്യം തന്നെ പറഞ്ഞല്ലോ. അദ്ദേഹം എന്താ ചെയ്തത്? ഇനിയും അദ്ദേഹത്തെ വിശ്വാസിയായിട്ടാണോ കാണേണ്ടത്? ശബരിമല അയ്യപ്പൻ്റെ വിശ്വാസിയായിട്ടുള്ള ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതുപോലെയൊക്കെ ചെയ്യുമെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? അപ്പോൾ അത്തരത്തിൽ ഞാൻ പറഞ്ഞത്, ശബരിമലയുമായി ബന്ധപ്പെട്ട് തന്നെ അത്തരം കേന്ദ്രങ്ങളുമായി ചുറ്റിപ്പറ്റി നിന്ന് ഈ രീതിയിലുള്ള കച്ചവടം സാധ്യമാക്കുന്ന വ്യക്തികളുണ്ട്. അവർ വിശ്വാസികളല്ല. അത്തരത്തിൽ ഈ ദേവസ്വം ബോർഡിന്റെ ഭരണ സംവിധാനവും വിശ്വാസികളല്ല. നമ്മൾ ഒരാളെ പറയുന്നു, മറ്റൊരാളെ പറയുന്നു, ഒരു ക്ലർക്ക് എന്ന് പറയുന്നു, കമ്മീഷണർ എന്ന് പറയുന്നു, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന് പറയുന്നു. ഈ സംവിധാനം ഒന്നാകെ ഈ ഒരു സംഘമാണ്. നമുക്ക് ദേവസ്വം ബോർഡിൽ സംഭവിക്കുന്ന എന്താണ്?
രാഷ്ട്രീയ പാർട്ടി നിയമനമാണ് സംഭവിക്കുന്നത്. ഏത് രാഷ്ട്രീയ പാർട്ടി ഭരിക്കട്ടെ, അവരുടെ ആൾക്കാരെ കുത്തിത്തിരുകുകയാണ്. ആവശ്യമായ തസ്തികയിലേറെ, നല്ല ശമ്പളമുള്ള ക്ഷേത്രത്തിലാണെങ്കിൽ ആവശ്യമായ തസ്തികയിലേറെ പോസ്റ്റ് ചെയ്യും. അതേസമയം സാധാരണ ക്ഷേത്രങ്ങളിൽ നടത്തിപ്പിന് പോലും അവസരമില്ല. ഞാൻ മനസ്സിലാക്കുന്നത് മലബാർ ദേവസ്വം ബോർഡ് പോലുള്ള ദേവസ്വം ബോർഡുകളിൽ എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് ശമ്പളം കൊടുക്കുമ്പോഴും ശാന്തിക്കാരന് ശമ്പളം കൊടുക്കുന്നില്ല. ഈ രീതിയിലൊക്കെയുള്ള അവിശ്വാസികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അല്ലെങ്കിൽ ഇത്തരത്തിൽ സംഭവിക്കില്ല, അത് ഉറപ്പാണ്. പിന്നെ ഇതിനകത്ത് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു ഏത് സ്ഥാപനം നടത്തുമ്പോഴും അല്ല എനിക്ക് അല്ല ഒരു പോയിന്റ് കൂടി പറഞ്ഞു, അതേക്കുറിച്ച് ഞാൻ പറയാം ദേവകുമാറിനെ കുറിച്ചുള്ള കാര്യം ഞാൻ പറയാം. അതുകൊണ്ട് ഈ വിഷയം ഞാൻ പൂർത്തിയാക്കട്ടെ. നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് എല്ലാം ഡിജിറ്റൽ വൽക്കരിച്ച് എല്ലാം നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കാലമാണ്. നമ്മുടെ ദേവസ്വം ബോർഡുകൾ എത്രത്തോളം ഡിജിറ്റൈസ് ചെയ്തിട്ടുണ്ടെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. നമ്മൾ ഈ പറയുന്ന മഹസർ, എഴുതുക, ഒപ്പിടുക എന്നൊക്കെ പറയുന്നത് പുരാതന കാലം തൊട്ടുള്ള രീതികളാണ്. ഇതിൻ്റെ കാർബൺ കോപ്പി, ഇതൊക്കെ എത്രത്തോളം മാനിപ്പുലേഷൻ ഇത് സാധിക്കും? അതും പൂർണ്ണമായി രാഷ്ട്രീയ നിയന്ത്രണത്തിലുള്ള ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തുടർച്ചയായി 3 ടേമോ മറ്റോ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെ ഇടതുപക്ഷ സർക്കാർ നിയമിക്കുകയാണ്. ആ ഒരു സംവിധാനത്തിന് എത്രത്തോളം മാനിപ്പുലേഷൻ കേരളത്തിലെ ഉദ്യോഗസ്ഥ സംവിധാനത്തിൽ, അതും ദേവസ്വം ബോർഡ് പോലുള്ള സംവിധാനത്തിൽ സാധിക്കും? എന്തുകൊണ്ടാണ് ഡിജിറ്റൈസ് ചെയ്യാത്തത്? എന്തുകൊണ്ടാണ് ഇതൊന്നും വ്യവസ്ഥാപിതമാക്കാത്തത്? നമ്മൾ ആലോചിച്ച് നോക്കുക. അതായത് 98-99 വിജയ് മല്യ സ്വർണം കൊടുക്കുന്നത് 30 കോടി. ഇത് പിന്നീട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുക്കുമ്പോൾ 42 കിലോഗ്രാം, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുക്കുമ്പോൾ 42 കിലോഗ്രാം. അവിടുന്ന് എത്ര 4.5 കിലോഗ്രാം അങ്ങോട്ടാണ് കുറഞ്ഞത് മദ്രാസിലെത്തുമ്പോൾ. ഇത് നമ്മൾ ഓർക്കണം, ഇന്ന് 1 ഗ്രാം സ്വർണത്തിന്റെ വില 12,000 രൂപയാണ്. 1 പവൻ സ്വർണത്തിന്റെ വില 1 ലക്ഷം രൂപയാണ്. ശബരിമലയിൽ എത്തുന്ന ഇത്തരം വ്യവസായികൾ കൊടുക്കുന്നത് പോട്ടെ, അല്ലാതെയുള്ള ശബരിമലയിൽ വരുന്ന ഓരോ 10 രൂപയും നമ്മൾ ഓർക്കണം. ഈ ഇരുമുടിക്കെട്ടും താങ്ങിപ്പോകുന്ന അയ്യപ്പന്റെ മുണ്ടിന്റെ കോന്തലയിൽ വെച്ച് കൊണ്ടുപോകുന്ന കാശ് മാത്രമാണ് ശബരിമലയിൽ ഈ രീതിയിൽ അയ്യപ്പ ഭക്തർ എത്തിക്കുന്നത്. ആ കാശാണ് അടിച്ചു മാറ്റുന്നത്, ഈ രീതിയിൽ പോകുന്നത്. നമ്മളിതിന് വളരെ ലാഘവത്തോടെ കണ്ടാൽ പോരാ. ഇനിയിപ്പോൾ സ്വർണം പോയി, ചെമ്പ് പോയിട്ടില്ലെന്ന് ആരറിഞ്ഞു? ഈ രീതിയിലുള്ള മഹസറും സംവിധാനങ്ങളും ഉദ്യോഗസ്ഥ സംവിധാനമല്ലേ അവിടെ ഉള്ളത്. ഈ ദേവസ്വം ബോർഡ് സംവിധാനത്തിന് ലെവലേശം വിശ്വാസമില്ലാത്തത് കൊണ്ട് ഇത് ഒരു പരിധിവരെ വിശ്വാസികളാണെങ്കിൽ ഇത് കുറയുമെന്ന് ഞാൻ ഒരു പ്രത്യാശാപൂർവ്വം പറയുകയാണ്, അല്ലാതെ അങ്ങനെയാണെന്ന് ഞാൻ വാദിക്കുമെന്നല്ല. പക്ഷേ ഈ സംവിധാനത്തിൽ എന്തായാലും ഇത് പ്രതീക്ഷിക്കേണ്ടതില്ല. ഇത് ശബരിമല ഒരു ഉദാഹരണം മാത്രമാണ്. മറ്റമ്പലങ്ങളിൽ നടക്കുന്നത് എന്താണ്? ഇപ്പോൾ ഗുരുവായൂർ പോലുള്ള അമ്പലങ്ങൾ എന്താണ് നടക്കുന്നത്? ഏതൊക്കെ രീതിയിൽ നമ്മൾ കാണുന്നില്ല. രാഷ്ട്രീയക്കാരൊക്കെ എത്ര സ്വതന്ത്രമായിട്ടാണ് ഗുരുവായൂർ അമ്പലത്തിലേക്ക് കയറുന്നത്. സാധാരണക്കാരൻ്റെ സ്ഥിതി എന്താണ്? മണിക്കൂറുകൾ ക്യൂ നിൽക്കണം. ചില വിശേഷ ദിവസങ്ങളിലൊക്കെ നടയടക്കുന്ന സമയം കൂടും. അപ്പോൾ രാവിലെ തൊട്ട് ഉച്ചവരെയോ വൈകുന്നേരം വരെയോ കാത്തു നിന്നിട്ടാണ് ദർശനത്തിന് പോകുന്നത്. നിർമ്മാല്യ ദർശനമൊന്നും സാധാരണക്കാരൻ ചിന്തിക്കാൻ പോലും പറ്റില്ല. രാഷ്ട്രീയക്കാരന് എന്തെല്ലാം വഴികളുണ്ട്. അത് രാഷ്ട്രീയക്കാരോട് കൈകോർത്തിട്ട് കൂടെ ചെയ്യുന്നുണ്ട്. ഒരു പാർട്ടിയുടെ ആൾക്കാർ മറ്റു പാർട്ടിയെ സഹായിക്കുക, അവരുടെ ഗുണ്ടായിസം, വേണ്ടതിൽ കൂടുതൽ ജീവനക്കാർ, ഈ രീതിയിൽ ക്ഷേത്രങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഇതിൽ വിലപിക്കുന്ന ഒരു വിഭാഗം മാത്രമേ ഉള്ളൂ. അത് വിശ്വാസിയായ ഹിന്ദുവാണ്. നിർഭാഗ്യവശാൽ ഈ ചർച്ചയിൽ പോലും അവരുടെ പ്രതിനിധി ഇല്ലാതെ പോയി. കാരണം അവർ വളരെ ഇപ്പോൾ വലിയൊരു ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. എന്താണ്? ദേവസ്വം ബോർഡിന്റെ അമ്പലങ്ങളിൽ നിങ്ങൾ ഒരു പൈസ ഇടേണ്ടതില്ല എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ഇതാണ് കാരണം. അതേസമയം ദേവസ്വം ബോർഡിനെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഞങ്ങൾ അമ്പലങ്ങളെ അഴിമതി വിമുക്തമാക്കാൻ പ്രതിനിധിയാണ് ആയിരിക്കാം. പക്ഷേ ഈ ചർച്ചയിൽ ഞാൻ എടുത്ത സമീപനം ആ രീതിയിലൊരു സമീപനമല്ല. പക്ഷെ ഞാൻ ആ വിഷയത്തിലേക്കും കൂടെ വേണമെങ്കിൽ ഇനിയിപ്പോൾ പോകാം. ഞാൻ പറയുന്നത് അവരുടെ പ്രതിനിധിയായിട്ടല്ല ഞാൻ ഇതുവരെ സംസാരിച്ചത്. അത് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയുടെ പ്രതിനിധിയായിട്ട് ഒരു എന്താ പറയുക അയ്യപ്പ സേവാ സമാജം അങ്ങനെയുള്ള സമിതികൾക്കൊക്കെ ആയിരിക്കും കൂടുതൽ അതിനെപ്പറ്റി പറയാൻ പറ്റുക, അതിൻ്റെ വിഷമമൊക്കെ പറയാൻ പറ്റുക, അല്ല അതിൻ്റെ പ്രശ്നങ്ങൾ കൂടുതൽ പറയാൻ, എന്നെക്കാളും കൂടുതൽ പറയാൻ പറ്റുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അവർക്ക് അവരോട് ഇപ്പോൾ ഉള്ളൊരു പ്രചരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ അമ്പലങ്ങളിൽ നമ്മൾ കാണിക്കയിടണ്ട, കാരണം ഇത് ആരെങ്കിലും കൊണ്ടുപോകും എന്നുള്ളതാണ്. അപ്പോൾ അതിനെതിരെ പറയുന്നത് കമ്മിറ്റികൾ നടത്തുന്ന ക്ഷേത്രങ്ങൾ പലതും നല്ല രീതിയിൽ പോകുന്നുണ്ട്. അതിൽ ചിലപ്പോൾ അഴിമതി ഉണ്ടാവില്ല എന്നല്ല ഞാൻ പറയുന്നത്. നല്ല രീതിയിൽ പോകുന്ന, വളരെ കൃത്യമായി കണക്ക് സൂക്ഷിക്കുന്ന, ഈ വിഗ്രഹമോ അല്ലെങ്കിൽ ഇത്തരം പറഞ്ഞ ഈ രീതിയിലുള്ള സ്വർണമോ അത്തരം സംവിധാനങ്ങളോ വളരെ ഉത്തരവാദിത്തപൂർവ്വം ചെയ്യുന്ന കുടുംബക്ഷേത്രങ്ങൾ പോലും ഉണ്ട്. അതിനൊക്കെ കൃത്യമായ വ്യവസ്ഥ അവർക്കുണ്ട്. ബാങ്ക് ലോക്കറുകളിൽ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തു പോകുന്ന, തലമുറകളായിട്ട് കൈകാര്യം ചെയ്തു പോകുന്ന, അല്ലെങ്കിൽ സമൂഹത്തിന്റെ പിന്തുണയോടെ കമ്മിറ്റി ഉണ്ടാക്കി കൈകാര്യം ചെയ്യുന്ന കുറേ ക്ഷേത്രങ്ങളുണ്ട്. അതുകൊണ്ട് ദേവസ്വം ബോർഡ് സർക്കാരിന്റെ കയ്യിലായാൽ ഇത് അഴിമതി വിമുക്തമാവുകയില്ല എന്നുള്ളതിന് കൃത്യമായ തെളിവാണ് ശബരിമല. ജയകുമാറിന്റെ കാര്യം ചോദിച്ചാൽ അതുകൂടെ ഞാൻ സമയമുണ്ടെങ്കിൽ മറുപടി പറയാം. നമുക്ക് അടുത്ത ഘട്ടത്തിൽ വരാം. ഇപ്പോൾ എൻ വാസുവിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നു. അദ്ദേഹത്തെ കൊട്ടാരക്കര സബ് ജയിലിലേക്ക് കൊണ്ടുപോവുകയാണ് എന്നുള്ള വാർത്തയാണ് ഈ ഘട്ടത്തിൽ നൽകാനുള്ളത്. അദ്ദേഹം റിമാൻഡിലാണ്. ശ്രീകുമാർ, എൻ വാസുവിന്റെ അറസ്റ്റ് കഴിഞ്ഞിരിക്കുന്നു. അടുത്തത് പത്മകുമാറിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്നുള്ളത് കുറച്ച് ദിവസങ്ങളായി കേൾക്കുന്ന കാര്യമാണ്.
അത് നടന്നിട്ടില്ല, അതിലേക്ക് പോകുന്നു കാര്യങ്ങൾ എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. പത്മകുമാർ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ വാസു ദേവസ്വം ബോർഡ് കമ്മീഷണർ ആയിരുന്നു. അപ്പോഴും കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നത് അദ്ദേഹമായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ കത്തിടപാട് ഇമെയിലിന്റെ കാര്യമൊക്കെ ആദ്യം എൻ വാസു നിഷേധിക്കുകയായിരുന്നു. അത് തന്റെ കാലത്തല്ല എന്ന് പറഞ്ഞിരുന്നു. പിന്നീട് അദ്ദേഹത്തിന് അത് ബോധ്യം വന്നപ്പോൾ തിരിച്ച് പ്രതികരിക്കുകയും ചെയ്തു. പക്ഷെ അന്ന് പറഞ്ഞ കാര്യങ്ങൾ കൂടിയല്ലേ ഇപ്പോൾ വാസുവിനെ പ്രതിക്കൂട്ടിലാക്കിയത്. വാസുവിന് ശേഷം അടുത്തതായി പത്മകുമാറിലേക്ക് നീങ്ങുന്നു SIT എന്നാണോ അങ്ങേക്ക് തോന്നുന്നത്? പത്മകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ഈ കേസിൽ 8ാമത്തെ പ്രതിയാണ്. 8ാം പ്രതി സ്ഥാനത്തുള്ളവൻ സ്വാഭാവികമായിട്ടും ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. ഇവിടെ നമ്മുടെ സുഹൃത്ത് ജയേന്ദ്രൻ അതിൻ്റെ സാങ്കേതികവും ക്ലറിക്കൽ കാര്യവും കത്തൊക്കെയല്ലേ വെറുതെ. സ്വർണ്ണം ചെമ്പാണെന്ന് എഴുതിയ ആളാരാ? അതല്ല ഇവിടുത്തെ പ്രശ്നം. ഇത് കോടതി നിരീക്ഷണത്തിന് നടന്നുകൊണ്ടാണ് ശ്രീമതി സ്മൃതി ഇവിടേക്ക് എത്തിയത്. കോടതി നിരീക്ഷണം ഇല്ലാതെ ഈ സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചെന്ന് വെക്കുക, ഇതെവിടെ എത്തുമായിരുന്നു? 4 ഉദ്യോഗസ്ഥരിൽ അവസാനിക്കുമായിരുന്നു. കോടതി നിരീക്ഷണമാകുമ്പോൾ ഇതിൻ്റെ സമ്പൂർണ്ണ റിപ്പോർട്ടിന് കുറച്ച് ദിവസത്തിനുള്ളിൽ കൊടുക്കേണ്ടി വരും. ആ സമ്പൂർണ്ണ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ എത്ര CPM പ്രതിനിധികൾ അതിന് പ്രതികളാവുന്നതൊക്കെ നോക്കിയിരിക്കാം. കാരണം ഇനിയിപ്പം ദേവസ്വം ബോർഡിൻ്റെ മുൻ പ്രസിഡന്റുമാരായിരുന്നവർക്ക് ഉത്തരം പറയേണ്ടി വരും. അവരെ പ്രതിസ്ഥാനത്ത് നിർത്തുമോ അതോ അറസ്റ്റ് ചെയ്യുമോ എന്നുള്ളതല്ല, അവരെന്ത് പറയുന്നു എന്നുള്ളതാണ്. പത്മകുമാറിൻ്റെ കാലത്തെ ദേവസ്വം ബോർഡ് 8ാമത്തെ പ്രതിയാണ്, 8ാം പ്രതിസ്ഥാനത്തുണ്ട്. അപ്പോൾ അവരെ ചോദ്യം ചെയ്യണമല്ലോ. ഇനി അക്കാലത്ത് ദേവസ്വം ഭരിച്ച മന്ത്രിമാരെ ചോദ്യം ചെയ്യണ്ടേ? അല്ലെ മന്ത്രിമാർ പറഞ്ഞാൽ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, ഞങ്ങൾ നിരപരാധികളാണെന്ന് പറയേണ്ടി വരും. അങ്ങനെ പറയാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പറ്റുവാണെങ്കിൽ അതൊരു ചരിത്ര സംഭവമായിട്ട് മാറും. ഞങ്ങൾ ദേവസ്വം ഭരിച്ച കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാർ ഈ ശബരിമല കൊള്ള അറിഞ്ഞില്ല എന്ന് പറയുകയാണെങ്കിൽ മന്ത്രിമാരെ അറിയിക്കും എന്ന രീതിയുണ്ടോ? മന്ത്രിയും അതിൽ ഞെട്ടൽ രേഖപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അല്ല, അതാ ഞാൻ പറഞ്ഞത്. 2019 ഈ സ്വർണ്ണം ചെമ്പാണെന്ന് അറിഞ്ഞ ശേഷം അന്ന് കമ്മീഷണറായിരുന്ന ഒരാൾ പിന്നീട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആകുമ്പോൾ അവിടെ നടന്ന ഈ കൃത്രിമമൊന്നും മന്ത്രിതലത്തിൽ അറിഞ്ഞിട്ടില്ലെന്നല്ലേ പറയുന്നത്. അറിഞ്ഞിട്ടില്ലെങ്കിൽ അറിഞ്ഞിട്ടില്ല എന്ന് പറയണം മന്ത്രിമാരെ. ഞങ്ങൾ അറിയാതെ ചെയ്തതാണ്, ഞങ്ങൾക്കിതിൽ ബന്ധമില്ല എന്നവർ പറയട്ടെ. അത് രാഷ്ട്രീയ നേതൃത്വം പറയണം. അതാ ഞാൻ ഈ CPM പറയാൻ കാരണം ഇത് കോൺഗ്രസിനെ പറയാൻ പറ്റുമോ, BJP പറയാൻ പറ്റുമോ? അവരല്ലേ ഭരിച്ചത്. UDFന്റെ 2 ഗവൺമെൻറ്റുകളൊക്കെ ഇടയ്ക്ക് ഭരിച്ചല്ലോ. ഉമ്മൻചാണ്ടിയുടെയും ആൻ്റണിയുടെയും കാലത്ത്, അല്ലെങ്കിൽ നമ്മളുടെ അച്യുതാനന്ദൻ്റെ കാലത്തുണ്ടായിരുന്നു. അതിനുശേഷം ഉമ്മൻചാണ്ടി എത്രയോ പേര് വന്നു. അതിൽ ഈ 6 ഗവൺമെൻറ്റിൽ 4 ഗവൺമെൻറ് കാലത്ത് ഭരിച്ച CPM ബോർഡുകളെ കുറിച്ചാണ് ആക്ഷേപം. മറ്റുള്ളവർക്ക് വേറെ ചില കേസുകളൊക്കെ ഉണ്ട്, അത് പോട്ടെ എന്നല്ല, ഇവിടെ പ്രസക്തമല്ല. കരുവന്നൂരിലത്തെ CPM ഭരണസഭ നടത്തിയ കൊള്ളയ്ക്ക് ശേഷം വരുന്ന 2ാമത്തെ ഏറ്റവും വലിയ കൊള്ളയാണിത്. ഇത് പക്ഷേ ഭക്തജനങ്ങളുടെ വിശ്വാസികൾ അർപ്പിക്കുന്നത് അത് ശബരിമല എന്ന് പറയുമ്പോൾ ലോകപ്രശസ്തം എന്ന് പറഞ്ഞത് പാർട്ടിയാണ്, CPM ആണ്. ലോകപ്രശസ്തമായ ശബരിമല എന്ന് പറഞ്ഞത് CPM ആണ്. കോൺഗ്രസ് പോലല്ല പറഞ്ഞത്. CPM എന്തിനാ അങ്ങനെ പറഞ്ഞത്? ഈ നവകേരള ഈ അയ്യപ്പ സംഗമം നടത്തിയപ്പോൾ അതുകൊണ്ടാണ് ഇതിന് CPM പ്രതിക്കൂട്ടി വരുന്നത്. അപ്പം ചില തീർത്ഥാടകർ കൂടുമ്പോൾ അത് ഞങ്ങളും, തീർത്ഥാടകരുടെ സ്വർണം മോഷ്ടിക്കുമ്പോൾ അത് ഞങ്ങളല്ലാതാവുന്നത് എങ്ങനെയാണ്? അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്. മറ്റു കാര്യം എന്ന് വെച്ചാൽ ഇതിൽ UDFനോ അല്ലെങ്കിൽ UDFന് ഇതിലൊരു അഭിമാനിക്കുക. എന്താ കാരണം എന്നറിയാമോ? UDFും പ്രതിപക്ഷ നേതാക്കളും ഈ അന്വേഷണം നടത്തുമ്പോൾ കൃത്യമായിട്ട് ചില ചലനങ്ങൾ സൂക്ഷിച്ചിട്ട് ചില മറുപടി പറഞ്ഞിരുന്നു. ആ മറുപടികളൊക്കെ ഒരുപക്ഷെ കോടതി കണ്ടിട്ടുണ്ടാവണം. അങ്ങനെ കോടതി കുറച്ച് ശ്രീകുമാർ മൊഴികൾ പ്രധാനം അല്ലല്ല, ചലനങ്ങൾ അല്ലല്ലോ, അങ്ങനെ അല്ലല്ലോ. അല്ല ശ്രീമതി സ്മൃതി, ഞാൻ പറഞ്ഞതല്ല. ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ നൽകിയ മൊഴിയും അന്വേഷണം എന്ന് പറയുന്നത് എന്താണ്? അത് ഫയലുകളുടെ അടിസ്ഥാനത്തിലും തെളിവുകളുടെ അടിസ്ഥാനത്തിലുമാണ്. നേരെ മറിച്ച് ഒരു അന്വേഷണ സംഘം അവരുടെ അന്വേഷണത്തിൽ ഒരു മരവിപ്പുണ്ട് എന്നൊരു UDF പ്രതിനിധി സംഘം അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷ നേതാവ് പറയുമ്പോൾ അത് ശ്രദ്ധിക്കപ്പെടും. എന്താ സംശയം? കാരണം ജനങ്ങളുടെ അഭിപ്രായമാണല്ലോ പറയുന്നത്. ഒരു വിഭാഗം ജനങ്ങളുടെ അഭിപ്രായമല്ലേ പ്രതിപക്ഷ നേതാവ് പറയുന്നത്. ഇവിടെ CPM തെറ്റ് പറയണം, മാപ്പ് പറയണം. ഞാൻ പറഞ്ഞെന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർ പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരാഴ്ച മുമ്പല്ലേ പറഞ്ഞത്. PM ശ്രീ പദ്ധതി ഒപ്പിട്ടത് പാർട്ടി അറിഞ്ഞിട്ടില്ല, മുന്നണി അറിഞ്ഞിട്ടില്ല, സർക്കാർ അറിഞ്ഞിട്ടില്ല, വീഴ്ച പറ്റിയെന്ന് പറഞ്ഞത് ആരാ? ശ്രീ ജയേന്ദ്രൻ, പാർട്ടി സെക്രട്ടറി അല്ലേ. അതുപോലെ ഇവിടെ അവർക്ക് വീഴ്ച പറ്റില്ലെന്ന് പറഞ്ഞാൽ മതി. ഞങ്ങൾ അറിഞ്ഞിരുന്നു ഈ കാര്യം എന്നവർ പറഞ്ഞാൽ മതി. ഇത് ഞങ്ങൾ അറിഞ്ഞില്ല എന്നല്ല, വീഴ്ച പറ്റി എന്ന് പറഞ്ഞാൽ ഇത് ഭക്തരെ, വിശ്വാസികളെ ഒരു വഞ്ചിക്കലാണിത്. ശബരിമല അയ്യപ്പ സംഗമം നടത്തിയത് CPMഉം ഗവൺമെൻറ്റും അല്ലേ? അങ്ങനെയാണെങ്കിൽ അവർ വിശ്വാസികളെ ചതിച്ചു. 18 പേരെ ഒന്ന് തിരഞ്ഞെടുത്തില്ലേ? 18 പേരെ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയില്ലേ ഈ ശബരിമലയുടെ വികസനത്തിന്? ഇതിന് എന്തുണ്ടായി? ഇനി കമ്മിറ്റി പിരിച്ചു വിടണം. കാരണം അവരെ വിശ്വാസം ഇല്ലാണ്ടായല്ലോ. ഇനിയിപ്പോൾ ജയകുമാർ വന്നിട്ട് അദ്ദേഹത്തിൻ്റെതായ ഒരു അന്വേഷണം നടത്തണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ അദ്ദേഹത്തിനോട് കൃത്യമായിട്ട് കണക്കുകൾ കൊണ്ടുപോകണമെങ്കിൽ അദ്ദേഹത്തെ എല്ലാം സൂക്ഷ്മ നിരീക്ഷണം നടത്തണം.
അവിടെ ഫയലില്ല, മിനിറ്റ്സ് ഇല്ല, രേഖകളില്ല, ഒന്നിനും കണക്കില്ലെന്നല്ലേ ഒരിക്കൽ പറഞ്ഞ കോടതി. അങ്ങനെയാണ് ശ്രീ ജയകുമാർ ആദ്യം ചെയ്യേണ്ടത് അവിടുത്തെ അതൊന്ന് ശരിയാക്കി എടുക്കണം. അല്ലെങ്കിൽ അദ്ദേഹം നാളെ ഉത്തരം പറയേണ്ടി വരും ചില കാര്യങ്ങൾക്ക്. അദ്ദേഹം വെറുതെ ഏറ്റെടുക്കാൻ പോകേണ്ട കാര്യമുണ്ടോ? അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, രാഷ്ട്രീയ നേതൃത്വം ഇതിൽ പ്രതികൂട്ടിലാവുമ്പോൾ അവരെ നമ്മൾ വിമർശിക്കും. അതിലല്ലാണ്ട് ഉദ്യോഗസ്ഥരെ ഒരു ക്ലർക്കിനെ പിടിച്ച് പറഞ്ഞിട്ട് എന്താ കാര്യം? ആ ക്ലർക്കിനോട് ആരെ എഴുതാൻ പറഞ്ഞു? ഇവരൊക്കെ നമുക്ക് കിട്ടിയ അറിവനുസരിച്ച് എല്ലാ ഉദ്യോഗസ്ഥന്മാരും പറയുന്നത് ഇന്ന് അറസ്റ്റിലായ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞിട്ടാണ്. സ്വർണ്ണം ചെമ്പാണെന്ന് പറഞ്ഞ ആരാണെന്നൊക്കെ ചോദ്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഈ പറയുന്നതിനെല്ലാം കൃത്യമായിട്ടൊരു ശരി ശരി നമുക്ക് തിരിച്ചെത്താം. ശ്രീ ജയേന്ദ്രൻ, ഇപ്പോൾ ഈ വാസുവിന്റെ കാര്യത്തിൽ ഉദ്യോഗസ്ഥരാണല്ലോ അത് ചെയ്യേണ്ടതെന്ന് അങ്ങ് പറയുന്നു. പക്ഷേ അങ്ങനെ ആരെങ്കിലും കൊണ്ടുവരുമ്പോൾ വെറുതെ ഒപ്പിട്ട് പോകുന്ന ഒരു ഉദ്യോഗസ്ഥ ഒരാളായിരുന്നില്ലല്ലോ എൻ വാസുവിന്റെ മുൻ പ്രവർത്തനങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ അദ്ദേഹം കൊല്ലം കുളനട പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. ശരി, പാർട്ടി പദവി എന്ന രീതിയിൽ അതിനെ കാണാം. 2006-11 കാലത്ത് VS സർക്കാരിൽ PK ഗുരുദാസിന്റെ PA ആയിരുന്നു. വിജിലൻസ് ട്രൈബ്യൂണൽ അംഗമായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ വഞ്ചിയൂരിലെ അഭിഭാഷകനാണ്. അദ്ദേഹത്തിന് സാങ്കേതികമായി കടന്നു പോകുന്ന വഴികൾ കൃത്യമായിട്ട് അറിയാവുന്നതാണ്. രേഖകൾ പരിശോധിക്കേണ്ടത് എങ്ങനെ പരിശോധിക്കണം, കൃത്യമായി എവിടെ ഒപ്പിടണം എന്നൊക്കെ അറിയാവുന്നതാണല്ലോ. അപ്പോൾ വെറുതെ ഉദ്യോഗസ്ഥർ കൊണ്ടുവരുന്ന കടലാസിൽ ഒപ്പിട്ട് പോകുന്ന തരത്തിൽ ഒരു നിഷ്കളങ്കനായി അദ്ദേഹം ആ സ്ഥാനത്തിരുന്നു എന്നെങ്ങനെ കരുതാനാകും ശ്രീ ജയേന്ദ്രൻ? നിഷ്കളങ്കതയാണോ ബോധപൂർവമാണോ എന്നുള്ള കാര്യമാണ് SIT പരിശോധിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന സ്മൃതി. അത് അവർ പരിശോധിക്കുന്ന കാര്യമാണ്. നിഷ്കളങ്കമാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. അദ്ദേഹം അങ്ങനെ നിഷ്കളങ്കമായി ചെയ്തു എന്നുള്ളതല്ല. പക്ഷെ ഒരു കാര്യം ഞാൻ ഇപ്പോഴും ഈ ചർച്ചയുടെ ഈ ഭാഗത്ത് ഞാൻ ഊന്നി പറയുകയാണ്. ആ സെക്ഷൻ ക്ലർക്കിന്റെ കൈപ്പടയിലുള്ള കത്ത്, അതിലാണ് ഞാൻ അടിവരയിടുന്നത്. അദ്ദേഹത്തിന്റെ കൈപ്പടയുള്ള കത്താണ്, ടൈപ്പ് ചെയ്തതല്ല. അതാണ് പ്രധാനപ്പെട്ട ഒരു കത്തായിട്ടുള്ളത്. SIT അതിന്റെ നാനാവശങ്ങൾ പരിശോധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ബോധ്യം. ആ ബോധ്യത്തെക്കുറിച്ച് ഇവിടെ ചർച്ചയിൽ പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. അത് അവരുടെ പരിശോധനയിലിരിക്കുന്ന കാര്യമാണ്. ഹൈക്കോടതിയിൽ December 3 അതിന്റെ ഡീറ്റെയിൽസ് വരുന്നതുമാണ്. അതിരുന്നോട്ടെ. പിന്നെ വാസു വക്കീലിനാണ് നേരത്തെ അദ്ദേഹം അതിനു മുമ്പ് താങ്കൾ പറയുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് കാലത്തിനൊക്കെ മുമ്പ് തന്നെ അദ്ദേഹം പ്രാക്ടീസ് ചെയ്തിരുന്നു. കൊട്ടാരക്കര കോടതിയിലാണെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ തിരുവനന്തപുരം കോടതിയിൽ ഉണ്ട് താനും. അതൊക്കെ ഉണ്ട്. അതൊക്കെ പിന്നെ CPIM എന്ന രാഷ്ട്രീയ കക്ഷി സഹയാത്രികർക്ക് കൊടുക്കുന്ന പല പദവികളിൽ ഒരു പദവിയിൽ വാസുവിനെ ഒന്നിലേറെ പദവികൾ 2 തവണ പഞ്ചായത്ത് പ്രസിഡന്റ് ആയല്ലോ. ഒരു തവണ ഗുരുദാസന്റെ PSഉം ആയിരുന്നല്ലോ. അതൊക്കെ ഉണ്ടായിരുന്നു. ദേവസ്വം കമ്മീഷണറായിരുന്നു, പിന്നീട് പ്രസിഡന്റായി. അതൊക്കെ ഉണ്ട്. ആ കാലയളവിലൊക്കെ എന്തെങ്കിലും ചെയ്തിട്ടുള്ളതിൽ തെറ്റുണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞ ഇത്രേ ഉള്ളൂ. അപ്പോഴും ഇപ്പോഴും പറഞ്ഞ ഇത്രേ ഉള്ളൂ. ദേവസ്വം പ്രസിഡന്റ് എന്നുള്ള കപ്പാസിറ്റിയിലല്ല വാസുവിന്റെ ആ തെറ്റുകൾ. താങ്കൾ ചോദിച്ചില്ലേ നിഷ്കളങ്കമാണോ? നിഷ്കളങ്കമല്ലെങ്കിലും ബോധപൂർവമാണെങ്കിലും ഒക്കെ അത് അന്ന് ദേവസ്വം പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ പത്മകുമാറാണ്. അദ്ദേഹത്തിനെ സംബന്ധിച്ച് പിന്നെ ഈ യോഗദണ്ഡിന്റെ പ്രശ്നം എന്തിനാണ് അത് നന്നാക്കാൻ തീരുമാനിക്കുകയും അടുത്ത ബന്ധുവിനെ തന്നെ അതിന്റെ ഒരു ചുമതല ഏൽപ്പിക്കുകയും ചെയ്ത് ഇത്തരം ചോദ്യങ്ങളും SITയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളതായിട്ടാണ് മനസ്സിലാവുന്നത്. അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി PS പ്രസാദിന്റെ കാലത്ത് ഈ ഒരു അൺഡ്യൂ ഹേസ്റ്റ് എന്നൊക്കെ പറയാവുന്ന അനാവശ്യ ധൃതിയാണല്ലോ ഇക്കൊല്ലം ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിന്റെ ഒരു മൂലകാരണം എന്ന് പറയാവുന്നത് തന്നെ. ആ അൺഡ്യൂ ഹേസ്റ്റ് എങ്ങനെ വന്നു, അതിലെന്താണ് ബോർഡിന്റെ ഉത്തരവാദിത്തങ്ങൾ, ഇതൊക്കെ ഫിക്സ് ചെയ്യുന്നത് SIT ആണല്ലോ. അവർ ചെയ്തിട്ട് ഞാൻ അത് തന്നെയാണ് സ്മൃതി വീണ്ടും പറയുന്നത്. അതൊന്നും സംരക്ഷിക്കാൻ ഞാൻ ആളല്ല, തയ്യാറുമല്ല, താല്പര്യവുമില്ല. അത്തരക്കാർ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അത് ആ കുറ്റങ്ങൾ തെളിയിക്കപ്പെട്ടാൽ ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം. അതിനൊരു തർക്കമില്ല. ഞാൻ പറഞ്ഞ ഇത്രേ ഉള്ളൂ. പിന്നെ പ്രിയപ്പെട്ട ശ്രീകുമാറിനോടും പറയാൻ ഇത്രേ ഉള്ളൂ. അത് രാഷ്ട്രീയമായിട്ടല്ല ഇത്തരം കാര്യങ്ങളെ കാണേണ്ടത്. നമ്മുടെ മറ്റൊരു സുഹൃത്ത് പാനലിസ്റ്റ് പറഞ്ഞതുപോലെ ഇത് എന്താണ് ദൈവവിശ്വാസികളും ദൈവനിഷേധികളും തമ്മിലുള്ള പ്രശ്നമാണോ? ഇത് ഒരു ഗവൺമെന്റിൽ ഒരു ഭരണ സംവിധാനത്തിൽ അർപ്പിതമാവുന്ന ചുമതലകളാണ് ഇതുപോലെ. രാഷ്ട്രീയ ബലത്തിൽ ആ സ്ഥാനത്തേക്ക് എത്തിയ ഒരാളെന്ന നിലയ്ക്ക് ആ ചോദ്യങ്ങൾ ഉണ്ടാകും. ശ്രീ ജയേന്ദ്രൻ, അങ്ങനെ ഒരു കാര്യം കൂടിയുണ്ട്. മഹേഷ് പണിക്കറിലേക്ക് കൂടി ചുരുക്കി. ശ്രീ മഹേഷ് പണിക്കർ, ഇപ്പോൾ ഈ അന്വേഷണവും അറസ്റ്റും കൂടുതൽ ആളുകളിലേക്ക് കടക്കും എന്നുള്ളതിന്റെ സൂചനകൾ തലപ്പത്തേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അതിൽ രാഷ്ട്രീയ നേതൃത്വത്തിനും പങ്കുണ്ട് എന്നൊരു അഭിപ്രായം അങ്ങേക്കുണ്ടോ? രാഷ്ട്രീയ നേതൃത്വം തന്നെയല്ല ഇതിനകത്ത്. ഈ തന്ത്രി, പോറ്റി, അങ്ങനത്തെ മറ്റ് ഈ പറഞ്ഞ ഉദ്യോഗസ്ഥ ആ റേഞ്ചിലല്ലാണ്ട് ഇതിനകത്ത് ഒരു മെയിൻ കുറെ ആൾക്കാരിലേക്ക് അതിന്റെ ചോദ്യം ചെയ്യൽ പോലും എത്തിയിട്ടില്ല. കാര്യം അവരോടൊക്കെ അറിയാതെ ഈ കാര്യങ്ങൾ ഈ രീതിയിൽ പോവില്ല. കാര്യം എത്ര ആയാലും ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റോ അല്ലെങ്കിൽ ഒരു തിരുവാഭരണ കമ്മീഷണറോ മാത്രം വിചാരിച്ച് സോപാനത്തിലിരിക്കുന്ന, അതായത് ശബരിമല ശാസ്താവിന്റെ ശ്രീകോവിലിന്റെ വാതിലും
അതിന്റെ ധാരവാല വിഗ്രഹവും ഇളക്കണമെന്ന് വിചാരിച്ചോ അല്ലെ കൊടുക്കണമെന്ന് വിചാരിച്ചാലോ ഒരു കാരണവശാലും അവരുടെ അറിവില്ലാതെ നടക്കില്ല. അപ്പം അങ്ങോട്ടൂടെ അന്വേഷണം എത്തേണ്ടതുണ്ട്. കാര്യം അതല്ലാണ്ട് ഇത് സുതാര്യമാകില്ല. അവരറിയാതെ ഇതിങ്ങനത്തെ ഒരു കച്ചവടം നടക്കത്തില്ല. എന്ത് ക്രമക്കേടാണെങ്കിലും. കാര്യം ഇതൊരു ശ്രീകോവിലിനെ മാത്രം ബാധിക്കുന്ന വിഷയങ്ങളാണ്. ഈ എല്ലാ പ്രശ്നങ്ങളും പൂജാവിധികളുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അപ്പൊ ആ വിഷയങ്ങളിനകത്ത് ആവക ആൾക്കാരെ കൂടെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊപ്പം അതിനോടൊപ്പം അവരുടെ ഇതിനകത്തെ ഇടപെടലുകളും കൂടെ പുറത്തു വരേണ്ടതുണ്ട്. അതുകൂടെ പുറത്തു വന്നാൽ മാത്രമേ ഇത് പൂർണ്ണമാകൂ. അയ്യപ്പൻ ഉറപ്പായിട്ടും അത് പുറത്തു കൊണ്ടുവരും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ആ വിശ്വാസവും ഈ കാണിക്കമായിട്ടുള്ള ഒരു ബന്ധം ഇപ്പൊ പറഞ്ഞായിരുന്നു. അപ്പം ഒരിക്കലും അയ്യപ്പന്റെ മുമ്പിൽ ഇങ്ങനെ കാണിക്ക വെച്ചിട്ട് ആൾക്കാരിൽ നിന്ന് കാണിക്ക സ്വീകരിക്കാനായിട്ട് അവിടെ ഇരിക്കുന്ന ഒരാളല്ല. ഈ പോയി സത്യം പറഞ്ഞ ആ കാണിക്ക വഞ്ചി അയ്യപ്പന്റെ ആ സോപാനത്തിന് മുമ്പിൽ ഇരിക്കുന്നത് തന്നെയാണ് ഇതിന്റെയൊക്കെ പ്രശ്നം. എല്ലാവരുടെയും പ്രശ്നം അതാണ്. അപ്പം അത് സത്യം പറഞ്ഞാൽ തിരുപ്പതി മോഡലൊക്കെ ഇപ്പൊ വരാൻ പോകുന്നത് കേട്ടിട്ടുണ്ട്. ജയമാർ സാറൊക്കെയാണ് വരുന്നത്. തിരുപ്പതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹുണ്ടിയൊന്നും ഒരിക്കലും ദേവന്റെ മുമ്പിലല്ല, അത് മാറി വേറൊരു ഏരിയയിലാണ്. പൈസ ഇടണമെങ്കിൽ സെപ്പറേറ്റ് പോയി അവിടെ പൈസ ഇടണം. അയ്യപ്പന്റെ മുമ്പിൽ പോയി പൈസ ഇടുകയല്ല. സത്യം പറഞ്ഞാൽ അയ്യപ്പന്റെ പ്രസാദം, അവിടുത്തെ ആ കൂവയിലെ കൊടുക്കുന്ന ആ ഭസ്മവും ആ വിഭൂതിയും ആ ചന്ദനവും ഒക്കെ എല്ലാ ഭക്തർക്കും ആ ഡയറക്റ്റ് അവിടുന്ന് തന്നെ കിട്ടത്തക്ക രീതിയിലുള്ള ഏർപ്പാടാണ് ചെയ്യേണ്ടത്. അങ്ങോട്ട് ഈ പണം കൊണ്ട് വലിച്ചെറിയുന്നു അല്ലെ സ്വർണം കൊണ്ട് വലിച്ചെറിയുന്ന സിസ്റ്റം മാറ്റേണ്ടത് തന്നെയാണെന്നാണ് എന്റെ അഭിപ്രായം. കാര്യം അതിന് വേറെ സിസ്റ്റം ഉണ്ട്. നമുക്ക് യഥാർത്ഥത്തിൽ കൊണ്ട് ഓഫീസിൽ കൊടുക്കുവോ അല്ലെങ്കിൽ മറ്റേ ഇങ്ങനെ QR സ്കാൻ, ഇപ്പൊ അവിടെ എല്ലാം QR സ്കാൻ വെച്ചിട്ടുണ്ട്, അങ്ങനെ പണം കൊടുക്കുവോ, അങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ആ സോപാനത്തിൽ വന്നിട്ട് നമ്മുടെ കയ്യിലത്തെ ധനം അങ്ങോട്ട് വലിച്ചെറിയുന്ന ആ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതൊരുമാതിരി എന്താ പറയാ, ഒരു വേറെ രീതിയിലാണ് അതിനെ അങ്ങനെ പൈസ എറിഞ്ഞ് പാളിക്ക് കേടുപാട് പറ്റിയെന്നൊക്കെയാണല്ലോ. അതെ, പാളിക്കും കേടുപാട് വരും, പോറ്റിക്കും കേടുപാട് വരും, തന്ത്രിക്കും കേടുപാട് വരും. അപ്പൊ ഈ കേടുപാടുകളൊക്കെ മാറ്റാൻ പറ്റുന്നതാണത്. ശരി, നമുക്ക് നോക്കാം ഇനി എത്ര തലപ്പത്തേക്ക് പോകുമെന്ന്. വളരെ നന്ദി ശ്രീ N. ശ്രീകുമാർ, ശ്രീ M. ജയചന്ദ്രൻ, ശ്രീ AK അനുരാജ്, ശ്രീ മഹേഷ് പണിക്കർ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.